വെൽക്കം ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പൊ നമ്മളുടെ വെക്കേഷൻ അടിച്ചു പൊളിച്ചോണ്ടിരിക്കുകയാണല്ലേ. ഓരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോ ചെറിയൊരു സങ്കടം ഉണ്ടാവും, എന്നാ വെക്കേഷൻ ആണല്ലോ എന്നുള്ളൊരു സന്തോഷവും എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. അപ്പൊ മക്കളെ, നിങ്ങൾ എന്താണ് ഈ വെക്കേഷനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കുറെ പേരെന്തായിരിക്കും സാധാരണ പോലെ തന്നെ നമ്മളിപ്പോ സ്കൂളൊന്നുമില്ല, ഹോംവർക്ക് ഒന്നുമില്ല, പഠിക്കാനൊന്നുമില്ല എന്ന് വിചാരിച്ച TV കണ്ടോണ്ടിരിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും, പാട്ട് കേട്ടോണ്ടിരിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഈ സമയത്ത് എക്സ്ട്രാ ആയിട്ട് ചില പാട്ട് ക്ലാസ്സിനോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് പഠിക്കാൻ പോകുന്ന കുറെ പേരുണ്ടാവും, ട്രിപ്പ് പോയവരുണ്ടാവും അല്ലെ. എപ്പോഴും മക്കളെ, നമ്മുടെ വെക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മെമ്മറബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. അതായത് 6ാം ക്ലാസ്സിലെ ക്രിസ്മസ് വെക്കേഷൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പറയാനൊരു ഉത്തരം ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കില്ലേ. അപ്പൊ അങ്ങനെ എന്തൊക്കെയാ നമുക്ക് ചെയ്യാൻ പറ്റുക? ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ വീട്ടില് ഒരു ചെറിയ ചെടി നട്ടുവെക്കാം. അപ്പൊ ആ ചെടി വലുതാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെടി നട്ടു കഴിഞ്ഞാൽ അതിൽ പൂ ഉണ്ടാവുന്നതും അല്ലെ കായ്ക്കുന്നതും ഒക്കെ നമുക്ക് കാണാം. ഈ 10 ദിവസം കൊണ്ടല്ല, പക്ഷെ നമുക്ക് പറയാം ക്രിസ്മസ് വെക്കേഷനിൽ ഞാൻ വെച്ച ചെടിയാണ് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ അടിപൊളി ഒരു ഡ്രോയിങ് നിങ്ങൾക്ക് വരയ്ക്കാം. നല്ല അടിപൊളി സമയം എടുത്ത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഒരു ചിത്രം വരയ്ക്കാം. അതെന്ത് ചെയ്യാം, ഫ്രെയിം ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, വീട്ടില് ചുമരിലൊക്കെ വെക്കാം. അടിപൊളിയല്ലേ. അപ്പൊ നമുക്ക് പറയാം, ഞാൻ ക്രിസ്മസ് വെക്കേഷനിൽ ചെയ്ത കാര്യമാണ് ഇത് എന്ന് നമുക്ക് പറയാം. പിന്നെയോ അടിപൊളിയായിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതൊക്കെ എങ്ങനെയാ മിസ്സേ ഓർത്ത് വെക്കുക, എന്തൊക്കെയാ ചെയ്യാ എന്നുള്ളതൊക്കെ നമ്മൾ എങ്ങനെയാ ഓർത്ത് വെക്കുക എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്റെ മക്കൾ എന്ത് ചെയ്യാ, ഈ വീഡിയോ കണ്ടതിന് ശേഷം വേഗം പോയിട്ട് ഒരു നോട്ട് പാഡോ അല്ലെങ്കിൽ ഒരു ബുക്കോ എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതായത് ഈ വെക്കേഷനിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ, ഒരു ദിവസം ഒരു കാര്യം ചെയ്താൽ മതി. എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഒരു ടോയ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ക്ലേ വെച്ച് കളിക്കുകയോ, എന്തെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം എഴുതി വെക്കുക എല്ലാ ദിവസവും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ 10 ദിവസം നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് ക്രിസ്മസ് വെക്കേഷൻ അടിപൊളിയാക്കാം. അത് എന്നും ഓർക്കുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാം. ഓക്കെ, കൂട്ടത്തിൽ എന്ത് ചെയ്യാ, നമ്മുടെ പഠിത്തം കൂടി നോക്കണം. എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ദിവസം നമ്മൾ പഠിക്കാൻ കൂടി ശ്രദ്ധിക്കണം. അതായത് മുഴുവനായിട്ട് പഠിക്കണം എന്നല്ല, പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി മാത്സിന്റെ കേസിലൊക്കെ പറയുവാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസോ അല്ലെങ്കിൽ 2 ഡിജിറ്റിന്റെ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ അല്ലെ, ഹരണം, ഗുണനം, അങ്ങനെ പറയുന്ന നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, റീഫ്രഷ് ചെയ്യാൻ വേണ്ടി എഴുതി നോക്കുകയും ചെയ്യാം. ഓക്കെ, ഡെയിലി നമുക്ക് എന്ത് ചെയ്യാം, ന്യൂസ് പേപ്പർ വായിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് TV കാണുകയോ ഫോൺ കാണുകയോ ആവരുത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കൃത്യമായിട്ട് എഴുതി വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ദിവസം അടിപൊളിയാക്കി നമ്മുടെ വെക്കേഷൻ സൂപ്പർ ആക്കാം. ഓക്കെ, സോ എല്ലാരും അടിപൊളിയാക്കുക, എല്ലാരും സൂപ്പർ ആയിക്കട്ടെ. ഹാപ്പി ക്രിസ്മസ് ടു എവ്രിവൺ. ബൈ ബൈ.